Friends, welcome to my new video. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 സോഷ്യൽ സ്റ്റഡീസിൻ്റെ ജോഗ്രഫി പാർട്ടായിട്ടുള്ള ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്റർ 3 ആണ്. എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം നമ്മളെ സോഷ്യൽ സ്റ്റഡീസിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ സയൻസിൻ്റെയും ഒക്കെ 6th ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ലിങ്കിൽ നിന്നും കിട്ടും. അപ്പോൾ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ലെസണിലേക്ക് പോവാം. ലാൻഡ് ഫോംസ് ആൻഡ് ലൈഫ്. Free from the burden of human beings, may the earth with many heights, slopes and great plains, bearing plants endowed with varied powers, spread out for us and show us her riches. The earth is my mother and I am her child. അഥർവവേദ ഭൂമി സൂക്തം. അതായത് അഥർവവേദത്തിലെ ഭൂമി സൂക്തം എന്ന് പറയുന്നത്, അതായത് ഭൂമിക്കുള്ള ഗീതം അല്ലെങ്കിൽ മന്ത്രം അല്ലെ ശ്ലോകം എന്ന് പറയാവുന്ന ഒരു സെൻറ്റൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് അഥർവവേദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രീ ഫ്രം ദ ബേർഡൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരം. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഭാരം എന്താ? നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം നമുക്ക് ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. പക്ഷേ ഈ കഷ്ടപ്പാടുകളൊക്കെ മറയ്ക്കാനായിട്ട് അല്ലെ മായ്ക്കാനായിട്ട് ഈശ്വരൻ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു. എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? വളരെ ഉയരത്തിൽ ചരിവോടുകൂടി ധാരാളം ഗ്രേറ്റ് പ്ലെയിൻസ്, ഭയങ്കര ഫലഭൂയിഷ്ടമായ സമതല പ്രദേശങ്ങളുണ്ട് നമുക്ക്. ബിയറിംഗ് പ്ലാന്റ്സ് എൻഡോഡ് വിത്ത് വേറിഡ് പവേഴ്സ്, ഇഷ്ടംപോലെ പ്ലാന്റ്സ്, അതിൽ നിന്ന് കിട്ടുന്ന ധാരാളം ഫ്രൂട്ട്സ്, സീഡ്സ് എല്ലാം നമുക്കാണ്. അപ്പം നമ്മുടെ കഷ്ടപ്പാടുകളെയൊക്കെ മറയ്ക്കാനായിട്ട് അല്ലെ മായ്ക്കാനായിട്ട് ഭൂമിയിൽ ഒരുപാട് ഫലഭൂയിഷ്ടമായ അല്ലെ സമ്പന്നതയുണ്ട്. ധാരാളം സമ്പന്നത നമ്മുടെ ഭൂമിക്ക് ഉണ്ട് എന്നാണ് ഈ അഥർവവേദത്തിലെ ഭൂമി സൂക്തം പറയുന്നത്. ഇനി നമ്മൾ ഈ ലെസണിൽ എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കുകയാണെ. വാട്ട് ആർ ദ മേജർ ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് ടു ലൈഫ് ആൻഡ് കൾച്ചർ. നമ്മൾ പല രീതിയിലുള്ള ലാൻഡ് ഫോം എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതിയുണ്ട്, പലതരത്തിലുള്ള ഭൂവിഭാഗങ്ങളുണ്ട്, അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. വാട്ട് ആർ ദ ചാലഞ്ചസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ലൈഫ് അസോസിയേറ്റഡ് വിത്ത് ഈ ലാൻഡ് ഫോം. അതുപോലെ തന്നെ ഓരോ ലാൻഡ് ഫോമിലും ഓരോ ഭൂവിഭാഗത്തിലും താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ ആ ഓരോ ഭൂവിഭാഗത്തിനും എന്താണ് കുറേ ചലഞ്ചസ് ഉണ്ട്. അവിടെ ജീവിക്കുന്നവർക്കും കുറച്ചേറെ ചലഞ്ചസ് നേരിടേണ്ടി വരും. നമ്മൾ ആ ഓരോ സ്ഥലങ്ങളെയും കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ. ഹ്യൂമൻസ് ലൈക്ക് മോസ്റ്റ് മാമ്പൽസ് ലിവ് ഓൺ ലാൻഡ്. ലാൻഡ്, as you may have noticed, has many forms and features. It appears changes a lot one region to another. നമുക്കറിയാം, നമ്മൾ ഈ മാമൽസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് മാമൽസ് ആണെന്നറിയാമല്ലോ. മാമൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും പാല് കൊടുത്ത് വളർത്തുകയും ചെയ്യുന്ന ജീവനാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അപ്പം ഈ മാമൽസ്, ഓൾമോസ്റ്റ് എല്ലാ മാമൽസും ലാൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ലാൻഡിൽ താമസിക്കുന്ന എല്ലാ മാമൽസും ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്, അല്ല, പല പല സ്ഥലങ്ങളിലാണ്. ഈ പല സ്ഥലങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുമുണ്ട്. സപ്പോസ് you are traveling by a road from the region known as Chotanagpur in Jharkhand, reach Prayagraj in Uttar Pradesh and go on Almora in Uttarakhand. On the way you will see very different landscape. In fact, you will encounter 3 major landforms which we will now explore. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് ചോട്ടാനാഗ്പൂർ മുതൽ ഉത്തരാഖണ്ഡ് വരെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ്. പ്രധാനമായും 3 ലാൻഡ് ഫോംസ് ആണ് കാണുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ സ്കൂളിനോട് അടുത്തുള്ള ചുറ്റുപാടൊന്ന് നോക്കുക. നമ്മുടെ സ്കൂളോ വീടോ എവിടെ ആണെങ്കിലും ശരി, നമ്മുടെ ചുറ്റുപാട് നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലാൻഡ് ഫോംസ് ആണ്. നമ്മൾ താമസിക്കുന്നതാണ് നല്ല നിരപ്പുള്ളതാണെങ്കിലും വളരെ ദൂരെയായിട്ട് വളരെ വലിയ കുന്നുകളും മലകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇന്ത്യയുടെ പല ഇൻ ദ സെയിം ഗ്രൂപ്പ് ഡിസ്കസ് എ ജേർണി ദാറ്റ് യു ഹാവ് മെയ്ഡ് ത്രൂ എ റീജിയൻ ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ ഒരു ആക്ടിവിറ്റി പറഞ്ഞത് നമ്മുടെ സ്കൂളിലെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കണം. വേറൊന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ നമുക്കൊരവസരം കിട്ടുവാണെങ്കിൽ എന്താണ് അവിടുത്തെ ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പുകളെ കുറിച്ച്
പഠിക്കാനാണ് പറയുന്നത് കേട്ടോ, കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. A landform is a physical feature in the surface of our Earth planet. Landforms take shape over millions of years and have significant connection with the environment and life. They can broadly be divided into three categories: mountains, plateaus, and plains. ഈ നമ്മൾ പറയുന്ന ഇപ്പോൾ ലാൻഡ് ഫോംസ് പറയുന്നത്, ഈ ഓരോ ലാൻഡ് ഫോമും ഉണ്ടാകുന്നതിനൊരു പ്രത്യേക കാരണങ്ങളുണ്ടാവും. അതുപോലെ ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പല സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ലാൻഡ് ഫോംസ് ഉണ്ടാകുന്നത്. നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് എന്തൊക്കെയാണ്? മൗണ്ടൻസ്, പ്ലേറ്റോസ് ആൻഡ് പ്ലെയിൻസ് എന്നാണ്. മൗണ്ടൻസ് കുന്നുകളും മലകളും, പിന്നെന്താണ്? പ്ലേറ്റോസ് എന്ന് പറഞ്ഞാൽ പീഠഭൂമി, പ്ലെയിൻസ് സമതല പ്രദേശം. ഇനിയും എന്താണ് ഓൾട്ടിറ്റ്യൂഡ് എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് ഓൾട്ടിറ്റ്യൂഡ്? ദ ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് എബോവ് ദ സീ ലെവൽ. എക്സാമ്പിൾ, ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ മൗണ്ടൻ, ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് എ ബേർഡ് ഓഫ് പ്ലെയിൻ ഇൻ ഫ്ലൈറ്റ്, ദ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് ദ സാറ്റലൈറ്റ്. അപ്പം നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് ഇത് പറയുന്ന ഒരു ഹൈറ്റ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് ഇപ്പോൾ പ്ലെയിനിൻ്റെ പറയുവാണെങ്കിൽ, പ്ലെയിൻ എത്ര വരും? നിങ്ങൾ പ്ലെയിനിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ എഴുതി വരും നമ്മൾ എത്ര ഉയരത്തിലാണ്, ഇപ്പോൾ സീ ലെവലിൽ നിന്നും, സമുദ്ര ഉപരിതലത്തിൽ നിന്നും എത്ര ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് പറയുന്നത്. മൗണ്ടൻ ഓൾട്ടിറ്റ്യൂഡും അങ്ങനെ തന്നെയാണ്. സീ ലെവലിൽ നിന്ന് എത്ര ഉയരത്തിലാണ് ആ മൗണ്ടൻ നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. These landforms have different climate and are home to variety of flora and fauna. Flora and fauna എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് എന്ന് മാത്രമേ ഉള്ളൂ അർത്ഥം. പലതരത്തിലുള്ള പ്ലാന്റ്സും ആനിമൽസും ഈ ലാൻഡ് ഫോംസിലെല്ലാം ഉണ്ട്. ക്ലൈമറ്റിൻ്റെ വ്യത്യാസം കൊണ്ടാണ് പലതരത്തിലുള്ളത് ഉണ്ടാകുന്നത്. ഹ്യൂമൻസ് ഹാവ് അഡാപ്റ്റഡ് ടു ഓൾ ലാൻഡ് ഫോംസ്, ബട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ ലിവിങ് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാൻഡ് ഫോംസ് വേരീസ് ത്രൂ ഔട്ട് വേൾഡ്. ഈ ലോകത്തിൽ പല സ്ഥലത്തും പല ലാൻഡ് ഫോമിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വ്യത്യാസമാണ്. നമുക്ക് ചിന്തിക്കാവുന്നത് പ്ലെയിൻസിലായിരിക്കും കൂടുതൽ ആൾക്കാർ താമസിക്കുന്നത്, അല്ലേ? വലിയ കുന്നൊന്നും ഇല്ലാതെ നിരപ്പുള്ള സ്ഥലത്ത്. നമുക്ക് ആദ്യത്തെ ലാൻഡ് ഫോമിനെ കുറിച്ച് പഠിക്കാമേ. Mountains are landforms that are much higher than the surrounding landscape. They are recognized by a broad base, steep slopes and narrow summit. Depending on their height, some mountains are covered with snow. At lower altitude, the snow melts every summer and turns into water that feeds rivers. ഇനി നോക്കി, ഇവിടെ നമ്മൾ ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത് 3 തരത്തിലുള്ള ലാൻഡ് ഫോംസുമുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് പ്ലെയിൻസിലൂടെയാണ് റിവേഴ്സൊക്കെ ഒഴുകുന്നത് കാണാമല്ലോ. പിന്നെ ഇച്ചിരി ഉയരത്തിൽ കാണുന്നത് പ്ലേറ്റോസ്, പിന്നെ ഏറ്റവും ഉയരത്തിലേക്ക് കാണുന്നത് എന്താണ്? മൗണ്ടൻസ്. ഈ 3 വിഭാഗങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഈ മൗണ്ടൻസ് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? മൗണ്ടൻസിൻ്റെ ഒരു ഷേപ്പ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു സീ ലെവലിൽ നിന്ന്, ഇത് സി ആണെന്ന് വിചാരിക്കുക. ഈ സീ ലെവലിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുന്ന ഒരു സ്ലോപ്പ് പോലെ ഒരു പീക്ക് ഉണ്ടായിരിക്കും എപ്പോഴും മൗണ്ടന്. അപ്പോൾ ഇതിൻ്റെ ചില ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ പറഞ്ഞല്ലോ, ഓൾട്ടിറ്റ്യൂഡ് നല്ല ഉയരം മുകളിലോട്ട് ചെല്ലുന്നവർ ഇവിടെ സ്നോ ഒക്കെ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സമയം താഴ്വശത്ത് ഈ സ്നോ ഒക്കെ മെൽറ്റ് ചെയ്ത് വെള്ളമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പിക്ചർ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, കണ്ടോ? ഈ പ്ലെയിൻസിലൂടെ പോകുന്ന റിവേഴ്സ് എപ്പോഴും ഒറിജിനേറ്റ് ചെയ്യുന്നത് മൗണ്ടനിൽ നിന്നാണെന്നുള്ള കാര്യം മറക്കണ്ട. മൗണ്ടനിൽ നിന്നാണ് ഇതിങ്ങനെ ഒഴുകി താഴെ പ്ലെയിൻസിലൂടെ വന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ഓഷനിലേക്ക് അത് വന്നു ചേരുന്നത്. At high altitude, the snow may never melt, leaving the mountains permanently snow-capped. These highland at the lower height, less steep slopes and rounded tops are called hills. ഇനിയും ഈ വലിയ മൗണ്ടൻസിൻ്റെ താഴെയായിട്ട് ചെറിയ ചെറിയ ഹൈലാൻഡ്സ് ഉണ്ട്, അല്പം ഉയരത്തിലുള്ള, അതിനാണ് നമ്മൾ ഹിൽസ് എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു പോയിന്റ് പറയണ്ടേ. വാട്ട് ഈസ് സ്നോ? എന്താണ് സ്നോ? Unless you live in Himalayan regions such as Kashmir, Ladakh, Himachal Pradesh, Uttarakhand, Sikkim, Arunachal Pradesh, you may never have seen snow. ഇത് മലയാളികൾ നമ്മളും ഈ സ്നോയെ കണ്ടിട്ടില്ല, അല്ലേ? സ്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മഞ്ഞ് എന്നുള്ളതല്ല, മഞ്ഞ് കവർ ചെയ്തിരിക്കുന്ന പെർമനൻ്റായിട്ട് മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന മലനിരകളൊന്നും നമ്മൾ കാണാറില്ല, അല്ലേ? In the rest of India, most precipitation is in the form of rain or hail. But at higher altitude, it is cold enough.
ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം എന്ന് പറയാം. അതായത് ചെറിയ മഞ്ഞ് കട്ടകൾ. ചില സമയത്ത് മഴ പെയ്യുമ്പോൾ ചെറിയ കുഞ്ഞു മഞ്ഞ് കട്ടകൾ വീഴും. അതിനെയാണ് നമ്മൾ ആലിപ്പഴം അല്ലെ ഹെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്നോ വിത്ത് ഈ ഭയങ്കര ഉയരം ഉള്ള മൗണ്ടനുകളിൽ ഈ പ്രസിപ്പിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ ഫ്രം ദ അറ്റ്മോസ്ഫിയർ റീച്ചിങ് ദ ഗ്രൗണ്ട് ഇൻ എനി ഫോം. റെയിൻ, സ്നോ ആൻഡ് ഹെയിൽ ആർ ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് പ്രസിപ്പിറ്റേഷൻ. അതായത് ഈ അന്തരീക്ഷത്തിലുള്ള ജലാംശം പല രീതിയിലാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അതിന് മഴയാണ് കൂടുതലും നമ്മൾ കാണുന്നത്. പിന്നെ അതല്ലാതെ പിന്നെ സ്നോ, ചെറിയ മഞ്ഞെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹെയിൽ എന്ന് പറഞ്ഞാൽ ആലിപ്പഴം. ഇതൊക്കെയാണ് നമ്മുടെ ഭൂമിയിലേക്ക് ഈ അറ്റ്മോസ്ഫിയറിലുള്ള വെള്ളമയം ജലാംശം എത്തുന്ന രീതികൾ. But in higher altitude, if it is cold enough, snow will fall, covering the landscape is a soft and beautiful white blanket. Snow and hailstones are nothing but precipitation of water in solid state. ഈ വെള്ളത്തിൻ്റെ ഖരരൂപത്തിലുള്ള സോളിഡ് സ്റ്റേറ്റിലുള്ള പ്രസിപ്പിറ്റേഷനാണ് നമ്മൾ സ്നോ എന്ന് പറയുന്നത്, അല്ലെ ഹെയിൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഉയർന്ന പ്രദേശങ്ങളിലെ മൗണ്ടൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ് ഈ സ്നോ രൂപത്തിൽ. അവിടെ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ആകുമ്പോൾ ടെമ്പറേച്ചർ വളരെ താണിരിക്കും. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കുന്നൻ പ്രദേശത്തേക്ക് നടന്നു പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കുന്നിൻ്റെ മുകളിലാണ് തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നത്. അപ്പോൾ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ ഈ തണുപ്പ് കൂടുതലാകുന്നത് കൊണ്ട് ഈ ജലാംശം എല്ലാം എന്തായിട്ട് മാറുന്നു? ഐസ് കഷ്ണങ്ങളായിട്ട് മാറുന്നു. Most of the world mountains are grouped in the mountain ranges such as the Himalayan in Asia and Alps in Europe and Andes in the South America. Some of these ranges stretch in the thousands of kilometers. ഇനി പലതരത്തിലുള്ള നമ്മൾ ഈ പല മൗണ്ടൻസിനെല്ലാം കൂടെ മൗണ്ടൻ റേഞ്ചസ് എന്നൊരു കാറ്റഗറി പറ്റുന്നത്. അതായത് എവറസ്റ്റ് ഉൾപ്പെടുന്ന ഹിമാലയൻ മൗണ്ടൻ, അത് ഏഷ്യയിലുള്ളതാണ്. പിന്നെ ആൽപ്സ് യൂറോപ്പിലുള്ളതാണ്. ആൻഡീസ് സൗത്ത് അമേരിക്കയിൽ ഉള്ളതാണ്. ഇതൊക്കെ മൗണ്ടൻ റേഞ്ചസ് ആണ്. അതായത് ഒരു മൗണ്ടൻ അല്ല, അതിനകത്ത് കുറേയേറെ മൗണ്ടൻസ് ഉണ്ടാകും. അതിനകത്ത് ഒരു വലിയ മൗണ്ടൻ ഉണ്ടായിരിക്കും, അതിന് താഴെയായിട്ട് വേറെ ചെറിയ ചെറിയ മൗണ്ടൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൗണ്ടൻ ഏതാണെന്ന് അറിയാമല്ലോ, എവറസ്റ്റ് ആണ്. അത് ഹിമാലയൻ റേഞ്ചസിലാണ് വരുന്നത്. ഇങ്ങനെയാണ് ഒരു നമ്മൾ എന്താ പറയുന്നത്, മൗണ്ടൻ്റെ ഒരു ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത് എവറസ്റ്റ് എന്നൊക്കെ പറയുന്നത് 8848 മീറ്റേഴ്സിൻ്റെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ 8000 മുകളിലോട്ടാണ് അതിൻ്റെ ഉയരം. സീ ലെവലിൽ നിന്നുള്ള ഉയരമാണെന്ന് ഓർത്തോണം. പിന്നെ അതുപോലെ ചിലതൊക്കെയാണെങ്കിൽ 700 മീറ്റേഴ്സ് ഇതിൻ്റെ ടോപ്പൊക്കെ വരുമ്പോഴത്തേക്ക് 800 മുകളിൽ പോയി. 8000 മുകളിൽ പോയി. 7000 ആണ്. 7000 മീറ്റർ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ഇത് 8000. ഇത് 9000 വരുന്ന മൗണ്ടൻസ് ഒന്നും നമുക്ക് ഇല്ല എന്നാൽ തന്നെ പറയാം. നമ്മുടെ എവറസ്റ്റ് ആണ് ഏറ്റവും വലുത്. അതിന് 8848 മീറ്ററാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു 1000 മീറ്റർ മുതലുള്ളത് മൗണ്ടൻസ് ആയിട്ടാണ് നമുക്ക് കണക്കാക്കപ്പെടുന്നത് കേട്ടോ. Shows pictures of 6 mountains of the world. Bring them together to give a visual impression on their relative height with the top to bottom. Mount Everest between Tibet and Nepal, and Kanchenjunga between Nepal and Indian states of Sikkim, and 2 heights peak of Himalayan ranges. Mount Aconcagua is the highest peak in Andes. സൗത്ത് അമേരിക്കയിലുള്ള എക്കഗവ എന്ന് പറയുന്ന മൗണ്ടൻ റേഞ്ചാണ് ആൻഡീസ് എന്ന പർവ്വതനിരയുടെ ഏറ്റവും പീക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹിമാലയൻ പർവ്വതനിരയിലെ 2 എണ്ണമാണ് നമ്മൾ കൂടുതലായിട്ടും പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് എവറസ്റ്റ്. അത് ടിബറ്റിനും നേപ്പാളിനും ഇടയ്ക്കായിട്ടാണ്. പിന്നെ കാഞ്ചൻജംഗയാണ്. അത് നേപ്പാളും ഇന്ത്യയുടെ സിക്കിമിനും ഇടയ്ക്കായിട്ടാണ് കാണുന്നത്. മൗണ്ട് കിളിമഞ്ചാരോ ഈസ് ദ ഈസ്റ്റേൺ ആഫ്രിക്ക ഈസ് ഇൻ ദ ഐസൊലേറ്റഡ് മൗണ്ടൻ ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി റേഞ്ച്. ഒരു മൗണ്ടൻ റേഞ്ചിൻ്റെയും ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു ഭാഗം ആണ്, അതായത് ആഫ്രിക്കയിലുള്ള ഒരു മൗണ്ടനാണ് കിളിമഞ്ചാരോ എന്ന് പറയുന്നത്. വളരെയധികം മിത്തുകൾ നിലനിൽക്കുന്ന ഒരു ആഫ്രിക്കൻ മൗണ്ടൻ ആയിട്ടാണ് കിളിമഞ്ചാരോയെ കാണുന്നത്.
മൗണ്ട് ബ്ലാങ്ക് ഈസ് എ വെസ്റ്റേൺ യൂറോപ്പ് ഈസ് എ ഹൈസ്റ്റ് മൗണ്ടൻ ഇൻ ആൽപ്സ്. ആൽപ്സ് പർവ്വതനിരയുടെ ഏറ്റവും ഉയർന്ന മൗണ്ടൻ ആണ് മൗണ്ട് ബ്ലാങ്ക് എന്ന് പറയും. ആനമുടി ഇൻ കേരള ഈസ് നോൺ ആസ് ആനൈ പീക്ക് ഈസ് എ ഹൈസ്റ്റ് മൗണ്ടൻ ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ എന്താ പറയുന്നത്, സഹ്യാദ്രിയോട് ചേർന്നിട്ടുള്ള ആനമുടിയാണ് ഏറ്റവും ഹൈസ്റ്റ് പീക്കായിട്ട് നമ്മൾ പറയുന്നത്. അത് കേരളത്തിലെ ഹൈസ്റ്റ് പീക്കാണ്. മൗണ്ടൻ ഫോറസ്റ്റ്, എ ടൈപ്പ് ഓഫ് ഫോറസ്റ്റ് ദാറ്റ് ഗ്രോ ഇൻ ദ മൗണ്ടെയിനിയസ് റീജിയൻ. അതായത് ഈ കുന്നിൻ പ്രദേശങ്ങളിലുള്ള ഒരു ടൈപ്പ് എന്താ പറയുന്നത്, ഫോറസ്റ്റിനാണ് മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. Mountains with tall and sharp peaks like Himalaya are relatively young, and which means that they are formed recently in Earth's history, but that is still millions of years ago. Shorter and more rounded mountains are hills, like Aravalli Range, are much older and have been rounded by erosion. Sometimes, as with the Himalayas, uplifted as well as erosion continues today. You will learn more in science about such process and their causes. Let us just say here that some mountains of the world like Himalaya are still growing in height. ഇനിയും പറയുന്നത് ഈ മൗണ്ടൻ, അതായത് നമ്മൾ ഹിമാലയ പോലുള്ള മൗണ്ടൻ പീക്കൊണ്ടെന്ന് പറയുന്നത് നല്ല ഉയരത്തിലുള്ള മുന പോലെ ഭാഗം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ, അതായത് ആ മൗണ്ടൻ വളരെ യങ് ആണെന്ന് കാണിക്കുന്നതാണ്. പക്ഷെ ആരവല്ലി പോലെയുള്ളത് ആരവല്ലി റേഞ്ചസ് ഓൾഡർ മൗണ്ടൻ ആണ് കമ്പയറിങ് ടു ദ എവറസ്റ്റ്, ഹിമാലയൻ റേഞ്ചസിനെ അപേക്ഷിച്ച് ആരവല്ലിയൊക്കെ പ്രായം ചെന്ന പർവ്വതനിരകളാണ്. അതിൻ്റെയൊക്കെ പീക്ക് എന്ന് പറയുന്നത്, അതിൻ്റെയൊക്കെ ഏറ്റവും മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്, ഇരിക്കുകയാണ്. അതായത് പീക്കില്ല, ഈ മുന പോലെയുള്ള ഭാഗങ്ങളില്ല, എന്താണ് അത് ഇങ്ങനെ പരന്നിരിക്കുക, അതായത് ഇങ്ങനത്തെ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് മാറും. ഈ നമ്മുടെ ഈ എന്താ പറയുന്നത്, ഹിമാലയൻ റേഞ്ചസ് എങ്ങാണെന്ന് പറഞ്ഞില്ലേ. അപ്പം നമ്മൾ എങ്ങായിരിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും, ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഹിമാലയൻ റേഞ്ചസും എങ്ങാണ്. അപ്പം ഇനിയും നമ്മുടെ ഹിമാലയൻ റേഞ്ചസിന് ഹൈറ്റ് കൂടാനുള്ള സാധ്യതകളൊക്കെ വളരെ ഏറെയുണ്ട്. മോസ്, എ സ്മോൾ ഗ്രീൻ പ്ലാന്റ് വിത്തൗട്ട് ഫ്ലവേഴ്സ് ഓർ ട്രൂ റൂട്ട്സ്, ഓഫൻ സ്പ്രെഡിങ് ഇൻ കുഷൻ ലൈക്ക് കവർ. മോസ് എന്ന് പറഞ്ഞാൽ പായൽ, അത് ചെറിയ ഗ്രീൻ പ്ലാന്റ്, നമ്മൾ പായലെന്ന് പറയുന്ന സാധനമേ. പിന്നെ മൗണ്ടൻ എൻവയോൺമെൻറ്റ്, lichens are the plants-like organism that generally clings to the rock walls or tree. lichens എന്ന് പറയുന്ന ആൽഗകളാണ്, അതായത് ഈ പാറയിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്, ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ. Mountain slopes are often covered with a type of forest called mountain forest, where conifer trees such as pines, firs, spruce and deodar trees common. These conifer trees grow tall and cone-shaped with thin pointed leaves. At higher altitude, the trees give us way to grass, mosses and lichens. ഇനി ഈ മൗണ്ടൻ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ട്രീസിനെ കുറിച്ച് നമ്മൾ ചെറിയ ഫോറസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അതല്ലാതെ ഏറ്റവും കൂടുതൽ ഈ ട്രീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കോൺ ആകൃതിയിലുള്ള ട്രീസാണ് കൂടുതലും മൗണ്ടൻ ഫോറസ്റ്റിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യതകൾ ഉള്ളത്. അതിന് കാരണം പറയുന്നത് എന്താണെന്നറിയാമോ? ബിക്കോസ് ഇങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ ഈ സ്നോ വീഴത്തില്ലേ, മഞ്ഞ് വീഴുമ്പം ഇത് തങ്ങി നിൽക്കാതെ ഇത് താഴെ കൂർന്നു പോരും, മനസ്സിലായോ? അതേസമയം നമ്മുടെ നാട്ടിലൊക്കെയുള്ള ട്രീയുടെ ഒരു പരുവായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിലൊക്കെ മഞ്ഞളം വീണ് കഴിഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ മഞ്ഞ് അതിൽ തങ്ങി നിന്ന് ഈ മരം അങ്ങ് നശിച്ചു പോകും. പക്ഷേ ഇങ്ങനെ കോണാകൃതിയിലുള്ള മരങ്ങളാവുന്നുണ്ടേ എന്താണ്, അതുങ്ങൾ ഈ ലീവ്സിൽ നിന്നൊക്കെ ഇങ്ങനെ സ്നോ ഇങ്ങ് ഊരി താഴേക്ക് ഭൂമിയിലേക്ക് പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്തരം എൻവയോൺമെൻറ്റിൽ അത്തരം ട്രീസ് ഉണ്ടാകാനുള്ള കാരണം. Here two verses from the long poem Kalidasa, who lived at least 1500 years ago and often considered to be greatest poem in ancient India. The poem Kumarasambhavam begins with innovation of the Himalaya. അതായത് സംസ്കൃതത്തിൽ കാളിദാസൻ എഴുതിയ കുമാരസംഭവം എന്ന് പറയുന്ന പോയത്തിൽ അതിൽ ഹിമാലയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ നോർത്ത് റൈസസ് ഹിമാലയ, ദ ലോർഡ് ഓഫ് മൗണ്ടൻ, ലൈക്ക് ലിവിങ് ഗോഡ്
who measures the earth and stretches the western to the eastern ocean. From the wind comes down carrying spray from the descending Ganga, shaking deodar trees, opening the peacock's tail feathers and cooling the mountain people after they hunt deer. അതായത് ഈ ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത് ഹിമാലയൻ മൗണ്ടനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇൻ ദ നോർത്ത് റൈസസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ, അതായത് നമുക്കറിയാലോ ഇന്ത്യയുടെ നോർത്തായിട്ടുള്ളത് ഹിമാലയാണ്. അവിടെ ഉള്ള, അതായത് ലൈക്ക് എ ലിവിങ് ഗോഡ്, ഈ ഹിമാലയ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ പോലാണ് കാണുന്നത്. ഹു മെഷേഴ്സ് ദ എർത്ത് ആൻഡ് സ്ട്രെച്ചസ് ഫ്രം വെസ്റ്റേൺ ടു ഈസ്റ്റേൺ ഓഷ്യൻസ്. വെസ്റ്റ് മുതൽ ഈസ്റ്റ് ഓഷ്യൻ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മൗണ്ടനാണ് ഇതെന്നാണ് പറയുന്നത്. ഇനി എവിടെ നിന്ന് വരുന്ന കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗംഗയുടെ മണമുള്ള കാറ്റാണ്. ഷേക്കിംഗ് ഡിയോഡർ ട്രീസ്, അവിടെയുള്ള മരങ്ങളെയൊക്കെ കുലുക്കി എന്താ പറയുന്നത്, പീകോക്സിൻ്റെയൊക്കെ ഭംഗിയൊക്കെ കവർന്നുള്ള കാറ്റാണ് വരുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അതൊരു പോയമാണേ. വാട്ട് ആർ ദ വെസ്റ്റേൺ ടു ഈസ്റ്റേൺ ഓഷ്യൻ. വെസ്റ്റിൽ ഈസ്റ്റിലുള്ള ഓഷ്യൻസ് ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. അറേബ്യൻ സീയും ബേ ഓഫ് ബംഗാളുമാണ്. എന്തുകൊണ്ടാണ് അവിടെ ഗംഗ മെൻഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഗംഗ മെൻഷൻ ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഹിമാലയത്തിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ഒരു റിവറാണ് ഗംഗ. രണ്ട്, ഗംഗ ഒരു പുണ്യ നദിയായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. Deep forests, flowing rivers, lake grasslands and caves in the mountains are home to diverse fauna. For instance, the golden eagle, the peregrine falcon, Canadian lynx and snow leopard, the ibex, the Himalayan thar, the mountain hare, the yak, the grey fox and the black hare. ഇനി പലതരത്തിലുള്ള ആനിമൽസും എന്താ പറയുന്നത്, പ്ലാന്റ്സും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. Ganga is an Indian name, largest river originating in the Himalaya. In English, Ganga is also used, nearly 2,500 kilometers long. This river has numerous tributaries, often the rivers joining it. Some of them, like Yamuna and Gagara, also originate in Himalayas. Others, like Son, originate from the Vindhya ranges in the south of the Ganga plain. ഇനി ഒരുപാട് റിവേഴ്സ് നമ്മുടെ ഹിമാലയൻ റേഞ്ചസിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ട്രിബ്യൂട്ടറീസ്, കൈവഴികളായിട്ടുള്ള, ഗംഗയുടെ കൈവഴികളായിട്ടുള്ള റിവേഴ്സും ഈ ഹിമാലയൻ റേഞ്ചസിൽ ഉണ്ട്. ഈ ടെറസ് ഫാമിംഗ് ആണ്, അതായത് മൗണ്ടൻ ഏരിയയിൽ ടെറസ് ഫാമിംഗ് നടത്തുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത്, മൗണ്ടൻ ഏരിയയിലൊക്കെ നമ്മൾ എന്തെങ്കിലും കൃഷി ചെയ്താൽ മണ്ണൊലിപ്പുണ്ട്, സോയിൽ ഇറോഷൻ ഉണ്ടാകും. സോയിൽ ഇറോഷൻ ഉണ്ടാകുമ്പോൾ അവിടെ പ്ലാന്റ്സിനൊന്നും നിലനിർത്താൻ പറ്റത്തില്ല. അതിനാണ് ഇങ്ങനെ കെട്ടിയിട്ട് ചെറിയ ചെറിയ തട്ടുകളായിട്ട് വെച്ചിട്ട് അത് എന്തായിട്ട് മാറ്റുന്നു, അവിടെ കൃഷി ചെയ്യുന്നു, മണ്ണൊലിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ലൈഫ് ഇൻ മൗണ്ടൻ. The mountain terrain is usually rugged or rough and has steep slope. This means that regular farming also be practiced in some valleys. നോക്കിയേ, ഈ ടെറൈൻ എന്ന് പറയുന്ന പീസ് ഓഫ് സ്ട്രെച്ച് ഓഫ് ലാൻഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ ചെറിയ തുണ്ടുകളായിട്ട് മാറുന്നത്, അതിനാ ടെറൈൻസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ മൗണ്ടൻ റേഞ്ചിലും എന്താണ്, കൾട്ടിവേഷനൊക്കെ നടത്തുന്നുണ്ട്. അതിന് അവരിങ്ങനെ ടെറസ് ഫാമിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ മെനി മൗണ്ടൻസ് റീജിയൻസ് ഓഫ് ദ വേൾഡ് ഹെഡിങ് ദ പ്രിഫറൻറ്റ് ഓക്കുപ്പേഷൻ ഓവർ അഗ്രികൾച്ചർ. ഇനി എന്താ വാലി എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എ ലോവർ ഏരിയ ഓഫ് ബിറ്റ്വീൻ ദ ഹിൽ ഓർ മൗണ്ടൻ, ഓഫൺ വിത്ത് റിവർ ഓർ സ്ട്രീം ഫ്ലോവിങ് ത്രൂ ഇറ്റ്. അതായത് ഇപ്പോൾ രണ്ട് മൗണ്ടൻ ഉണ്ടെന്ന് വെച്ചാൽ ഇതിനിടയ്ക്കൂടെ കുറച്ച് ഭാഗങ്ങളുണ്ടായിരിക്കും. ഇതാണ് നമ്മൾ വാലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗണ്ടനിൽ നിന്ന് ഒഴുകി വരുന്ന റിവറൊക്കെ ഈ വാലിയിലൂടെ ആയിരിക്കും ഒഴുകി പോകുന്നത്. Tourism is often an important source of income for people living in the mountain. The crisp mountains, air and scenic beauty attract many tourists. നമുക്കറിയാം, ഈ മൗണ്ടൻ ഏരിയയൊക്കെ ടൂറിസ്റ്റുകളെ വളരെയധികം ആകർഷിക്കുന്നതാണ്. അവിടെ അവർ സ്കൈയിങ് ചെയ്യാറുണ്ട്, ഹൈക്കിങ്, മൗണ്ടനിയറിങ്, പാരാഗ്ലൈഡിങ്, ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. For many centuries, people have also traveled these uplands to pilgrimage to holy sites. പിന്നെ അതുപോലെ എന്താ പറയുന്നത്, ഒരു പിൽഗ്രിമേജ് എന്ന നിലയിലും ഈ കുന്നിൻ പ്രദേശങ്ങളൊക്കെ പോകുന്ന
ആൾക്കാരുണ്ട്. ബട്ട് ആൻ എക്സ്റ്റെൻസീവ് ഇൻഫ്ലോ ഓഫ് വിസിറ്റേഴ്സ് ക്യാൻ ഓൾസോ പുട്ട് ഫ്രൈജൈൽ മൗണ്ടൻ എൻവയോൺമെൻറ്റ് അണ്ടർ പ്രഷർ. ഇറ്റ് ഈസ് ഓഫൻ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് റൈറ്റ് ബാലൻസ്. അപ്പം ഈ മൗണ്ടനിലേക്ക് ഇങ്ങനെ ആൾക്കാർ ഒരുപാട് വരുന്നതും എന്താണ്, മൗണ്ടന് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഒരു ലിമിറ്റഡ്, ഇപ്പം ഇത്ര പേരെ ഒരു ദിവസത്തേക്ക് സന്ദർശകരുള്ളൂ എന്നൊക്കെ രീതിയിലേക്ക് ഗവൺമെൻറ് ആക്ഷൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട്, ബാക്കി ലാൻഡ് ഫോംസുമായിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.